Torsionle third problem. A solid steel shaft 15 centimeter diameter is to be replaced by a hollow steel shaft of same material with internal diameter equal to half of the external diameter. Design the hollow shaft and find out the savings in material if maximum allowable shear stress and maximum torque transmitted are same in both the shaft. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമുക്കൊരു ഹോളോ ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യണം. എന്നിട്ട് സോളിഡ് ഷാഫ്റ്റും ഹോളോ ഷാഫ്റ്റും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് സേവിങ്സ് ഇൻ മെറ്റീരിയൽ കാൽക്കുലേറ്റ് ചെയ്യണം. അത് കണ്ടീഷൻ പറയുന്നുണ്ട്, if maximum allowable shear stress and maximum torque transmitted are same on both the shaft. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് given data നോക്കാം. A solid steel shaft 15 centimeter diameter. അപ്പോൾ സോളിഡ് ഷാഫ്റ്റിന്റെ ഡയമീറ്റർ 15 സെന്റിമീറ്റർ. അതിനെ റീപ്ലേസ് ചെയ്യുന്നത് ഒരു ഹോളോ ഷാഫ്റ്റുമായിട്ടാണ് വിത്ത് ഇന്റേണൽ ഡയമീറ്റർ ഈക്വൽ ടു half of the external diameter. അപ്പോൾ അവിടെ നമുക്ക് വാല്യൂ കൊടുത്തിട്ടില്ല, കൊടുത്തിരിക്കുന്നത് ഇന്റേണൽ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ എക്സ്റ്റേണൽ ഡയമീറ്റർ. ഇത് ഹോളോ ഷാഫ്റ്റിന്റെ വാല്യൂസ്. സോളിഡ് ഷാഫ്റ്റിന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട് 15 സെന്റിമീറ്റർ. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സേവിങ്സ് ഇൻ മെറ്റീരിയൽ ആണ്. സേവിങ്സ് ഇൻ മെറ്റീരിയൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഡിസൈൻ ഹോളോ ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യാനും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. മൂവിങ് ഓൺ ടു സൊല്യൂഷൻ. ഗീവൺ ഡേറ്റാസ് ആദ്യമേ എഴുതി. DS സോളിഡ് ഷാഫ്റ്റിന്റെ ഡയമീറ്റർ 15 സെന്റിമീറ്റർ, അതിനെ mm കൺവേർട്ട് ചെയ്തു 150 mm. ഇനി DI ഈസ് ഈക്വൽ ടു D0/2. ഇത് ഹോളോ ഷാഫ്റ്റിന്റെ റിലേഷൻ ആണ്. ഹോളോ ഷാഫ്റ്റിനകത്ത് ഡയമീറ്റർ കൊടുത്തിട്ടില്ല, പകരം ഈ ഒരു റിലേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. D inner is equal to half of D outer diameter. ഇനി നമുക്ക് സോളിഡ് ഷാഫ്റ്റിന്റെ ടിയുടെ ഇക്വേഷൻ എഴുതി. T is equal to pi/16 tau d cube. T എന്ന് വെച്ചാൽ എന്തായിരുന്നു? where T stands for torque and tau stands for shear stress. DS എന്ന് പറയുന്നത് diameter of solid shaft. So ഈ ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതി. T/tau is equal to pi/16 into 150 cube. അങ്ങനെ വീണ്ടും അതിന്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് pi/16 into 150 cube എന്ന് പറയുന്നത് 6.63 into 10 power 5. നെക്സ്റ്റ് ഹോളോ ഷാഫ്റ്റിന്റെ ടോർക്കിന്റെ ഇക്വേഷൻ എഴുതി. T is equal to pi/16 tau into D outer power 4 minus D inner power 4 divided by D outer. ഇതിനകത്ത് നമ്മുടെ റിലേഷൻ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. എന്തായിരുന്നു നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന റിലേഷൻ? D inner is equal to D outer divided by 2. സോ ആ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കപ്പോൾ എന്ത് വരും? 1 minus 0.5 D outer power 4 minus 0.5 D outer the whole power 4 divided by D outer ചെയ്ത് കഴിയുമ്പോൾ pi/16 D outer the whole cube into 0.9375. സോ ഇനി നമുക്ക് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിരുന്നു? ഈ ടോ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു. അപ്പൊ T/tau is equal to എന്ന് പറഞ്ഞാണ് ഇക്വേഷൻ എഴുതുന്നത്. സോ റൈറ്റ് സൈഡ് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ T/tau is equal to 0.184 into D outer cube. ഇനി ക്വസ്റ്റ്യനകത്ത് നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ടായിരുന്നു. maximum allowable shear stress and maximum torque transmitted by solid shaft and hollow shaft is same. So ഈ ഒരു റിലേഷൻ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിപ്പുണ്ടായിരുന്നു. maximum allowable shear stressഉം maximum torqueഉം ഹോളോ ഷാഫ്റ്റിലും സോളിഡ് ഷാഫ്റ്റിലും സെയിം ആണ്. അപ്പോൾ നമ്മൾ ഈ ഡിറൈവ് ചെയ്ത രണ്ട് ഇക്വേഷനും ഈക്വൽ ആണെന്നും പറഞ്ഞ് എഴുതാം. ബിക്കോസ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് രണ്ടിൻ്റെയും ടോർക്കും രണ്ടിൻ്റെയും ഷിയർ സ്ട്രെസ് ഈക്വൽ ആണ്. അതുകൊണ്ടാണ് നമ്മൾ T/tau എന്ന റിലേഷൻ രണ്ടിടത്തും അപ്ലൈ ചെയ്തത്. സോ രണ്ട് ഇക്വേഷനും ഈക്വൽ ആണെന്ന് എഴുതി. അവിടെ നിന്ന് നമുക്ക് D outerന്റെ വാല്യൂ കിട്ടുവാണ് 153.31 millimeters.
ഡി ഔട്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഡി ഇന്നർ കിട്ടും. ഡി ഇന്നർ എന്തായിരുന്നു? ഡി ഔട്ടർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഡി ഇന്നറിന്റെ വാല്യൂവും കിട്ടി 76.65 millimeters. ഇനി നമുക്ക് വേണ്ടത് സേവിങ്സ് ഇൻ മെറ്റീരിയൽ ആണ്. മെറ്റീരിയൽസിന്റെ സേവിങ്. അപ്പോൾ മെറ്റീരിയലിന്റെ സേവിങ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊരു റിലേഷൻ ഉണ്ട്. Savings in material is equal to area of solid shaft minus area of hollow shaft divided by area of solid shaft into 100. അപ്പോൾ ഇക്വേഷൻ ഇതാണ്. നമുക്ക് സേവിങ്സ് ഇൻ മെറ്റീരിയൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഏരിയ ഓഫ് സോളിഡ് ഷാഫ്റ്റ് മൈനസ് ഏരിയ ഓഫ് ഹോളോ ഷാഫ്റ്റ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സോളിഡ് ഷാഫ്റ്റ് ഇൻറ്റു 100. ഇനി ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? സർക്കിളിന്റെ ഏരിയ എടുക്കുക, π/4d². അപ്പോൾ സോളിഡ് ഷാഫ്റ്റ് ആകുമ്പോൾ ds². ഹോളോ ഷാഫ്റ്റ് ആകുമ്പോൾ നമുക്ക് ഔട്ടർ ഡയമീറ്ററും ഇന്നർ ഡയമീറ്ററും ഉള്ളതാണ് ഡി ഔട്ടർ സ്ക്വയർ മൈനസ് ഡി ഇന്നർ സ്ക്വയർ എന്ന് കൊടുത്തിരിക്കുന്നത്. സോ അവിടെ നിന്ന് നമ്മൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 21.7%. Therefore, savings in material is equal to 21.7%. Fourth question. A solid shaft has to transmit 75 kilowatt at 200 revolutions per minute, taking allowable shear stress as 70 Newton per mm square. Find suitable diameter for the shaft. If the maximum torque transmitted in each revolution exceed mean by 30%. Maximum torque transmitted in each revolution exceed the mean by 30%. അപ്പോൾ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ ആണ്. അപ്പോൾ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യനകത്ത് ഷാഫ്റ്റിന്റെ പവർ കൊടുത്തിട്ടുണ്ട്, റെവല്യൂഷൻസ് പെർ മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പവറിന്റെ ഇക്വേഷൻ അറിയാം. P is equal to 2πn divided by 60. 2πn divided by 60. പവറിന്റെ യൂണിറ്റ് ഈ ഇക്വേഷനകത്ത് എന്തായിരുന്നു? ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ വാട്ട്സ് എന്നായിരുന്നു. ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ വാട്ട്സ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ 75 കിലോ വാട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 75 കിലോ വാട്ട് എന്ന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അതിനെ എന്തിലേക്ക് മാറ്റണം? വാട്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. വാട്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 75 into 10 power 3 is equal to 2 into pi into number of revolutions per minute 200. So 200 അതിനെ സെക്കൻഡിലേക്ക് ആക്കാനാണ് ഡിവൈഡഡ് ബൈ 60 ചെയ്യുന്നത്. 2πn t divided by 60. ഇതായിരുന്നു പവറിന്റെ ഇക്വേഷൻ. 2πn t divided by 60. ഇവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ടിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പവറിന്റെ ഇക്വേഷനകത്ത് നിന്ന് കിട്ടുന്ന ടി എന്ന് പറയുന്നത് മീൻ ടോർക്ക് ആയിരിക്കും. മീൻ ടോർക്ക്. സോ ഇതിന്റെ വാല്യൂ നോക്കാം. അപ്പോൾ നമുക്ക് പവറിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് റൊട്ടേഷൻസ് പെർ മിനിറ്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ മിനിറ്റും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഇതിനകത്തുനിന്ന് ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ പവറിന്റെ ഇക്വേഷനിൽ നമുക്ക് കിട്ടുന്ന ടോർക്ക് വാല്യൂ എന്ന് പറയുന്നത് ടി മീൻ ആണ്. മീൻ ടോർക്ക് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതിന്റെ വാല്യൂസ് ഒന്ന് നോക്കാം. സോ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3580.99 ന്യൂട്ടൺ മീറ്റേഴ്സിലായിരിക്കും കിട്ടുന്നത്. ന്യൂട്ടൺ മീറ്റേഴ്സിൽ കിട്ടാൻ കാര്യം എന്താണ്? പവറിന്റെ യൂണിറ്റ് നമുക്ക് എഴുതിയിരിക്കുന്നത് ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്. അതിനകത്ത് എന്നിന്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ 2πക്ക് യൂണിറ്റ് ഒന്നും ഇല്ലല്ലോ. എന്നിന്റെ യൂണിറ്റ് എന്താണ്? പെർ സെക്കൻഡ് ആണ്. പെർ സെക്കൻഡ്. റെവല്യൂഷൻസ് പെർ മിനിറ്റിന് എന്തിലേക്ക് മാറ്റും? സെക്കൻഡിലേക്ക് മാറ്റാനാണ് ഡിവൈഡഡ് ബൈ 60 ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്കൻഡും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ന്യൂട്ടൺ മീറ്റർ എന്ന് വരും. അപ്പോൾ ന്യൂട്ടൺ മീറ്ററിനെ ന്യൂട്ടൺ മില്ലിമീറ്റർ ആക്കാനാണ് എന്ത് ചെയ്തത്? 10 power 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടി മാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ടി മാക്സ് കിട്ടാനായിട്ട്, മാക്സിമം ടോർക്ക് കിട്ടാനായിട്ട് ക്വസ്റ്റ്യനിൽ തന്നെ ഒരു റിലേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ടോർക്ക് ട്രാൻസ്മിറ്റഡ് ഇൻ ഈച്ച് റെവല്യൂഷൻ
exceeds the mean by 30%. അപ്പോൾ മീൻ ടോർക്കിന്റെ 35% കൂടുതലാണ് മാക്സിമം ടോർക്ക്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടി മാക്സ് ഇസ് ഈക്വൽ ടു 1.3 ഇൻറ്റു 3580.99. അപ്പോൾ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന റിലേഷൻ ഇങ്ങനെയാണ്. ടി മാക്സ് എന്ന് പറയുന്നത് ടി മീൻ്റെ 30%-ലും കൂടുതലാണ്. ടി മീൻ്റെ 30% എക്സ്ട്രാ ആണ്. അപ്പോൾ 30% 1 പ്ലസ് 0.3 is equal to 1.3. അപ്പോൾ ടി മാക്സ് is equal to 1.3 times into ടി മീൻ. ഞാൻ ആ റിലേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. T max is equal to T mean plus 30% of T mean, and that will be equal to 1.3 T mean. അപ്പോൾ നമുക്ക് T max ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. T max is equal to 1.3 into 3580.99 into 10 power 3 is equal to 4655.282 into 10 power 3 Newton millimeters. ഈ ക്വസ്റ്റ്യനകത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് ആണ്. അപ്പോൾ ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ്, അപ്പോൾ മാക്സിമം ടോർക്ക് നമുക്ക് കിട്ടി. അപ്പോൾ ടോർക്കിന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി ഇസ് ഈക്വൽ ടു π/16 ടോ ഡി ക്യൂബ്. അപ്പോൾ അവിടെ നിന്ന് ഡിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഡിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 6.71 millimeters and round it to next digit 70 mm. അപ്പോൾ ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് കിട്ടി. 70 millimeters ആണ് ഡയമീറ്റർ ഓഫ് സോളിഡ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഡയമീറ്റർ ഓഫ് സോളിഡ് ഷാഫ്റ്റ്. നെക്സ്റ്റ് പ്രോബ്ലം. Determine the diameter of the shaft which transmit 300 kilowatt at 250 rpm. The maximum shear stress should not exceed 30 Newton per mm square and the twist should not be more than 1 degree in a shaft of length 2 meter. The modulus of rigidity C is equal to 1 into 10 power 5 Newton per millimeter square. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് ആണ്. അപ്പോൾ ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പവർ തന്നിട്ടുണ്ട്, പിന്നെ നമ്പർ ഓഫ് റൊട്ടേഷൻസ് തന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് മാക്സിമം റൊട്ടേഷൻസ് പവർ തന്നിട്ടുണ്ട്. മാക്സിമം ഷിയർ സ്ട്രെസ് ഷുഡ് നോട്ട് എക്സീഡ് 30 Newton per mm square. മാക്സിമം ഷിയർ സ്ട്രെസിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 30 Newton per mm square. പിന്നെ ട്വിസ്റ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 1 degree. ട്വിസ്റ്റ് എന്നാണ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തീറ്റ. തീറ്റ ഈസ് ഈക്വൽ ടു 1 degree. ഷുഡ് നോട്ട് ബി എക്സീഡ് അല്ലെങ്കിൽ ഷുഡ് നോട്ട് ബി മോർ ദാൻ എന്നൊക്കെ പറഞ്ഞു വന്നാൽ അതാണ് വാല്യൂ, അതിൽ കൂടത്തില്ല. മാക്സിമം വാല്യൂ ആണ് തന്നിരിക്കുന്നത്. പിന്നെ ലെങ്ത് ഓഫ് ഷാഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോഡുലസ് ഓഫ് റിജിഡിറ്റി 1 into 10 power 5 Newton per millimeter square. ഇത്രയും വാല്യൂസ് ഗിവൺ ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇത് നമുക്ക് സോളിഡ് ഷാഫ്റ്റ് ആണ്. സോളിഡ് ഷാഫ്റ്റ് ആകുമ്പോൾ എന്ത് ചെയ്താൽ മതി? സോളിഡ് ഷാഫ്റ്റിന്റെ ടോർക്കിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. T is equal to π/16 into tau into d cube. ഇനി ഇതിനകത്ത് നമുക്ക് π/16 ടോയുടെ വാല്യൂ നമുക്കറിയാം 30 ആണ് d ക്യൂബ്. പക്ഷേ ടിയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. അത് തരാത്തതുകൊണ്ട് എന്ത് ചെയ്യണം? അത് കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തുണ്ട്? പവറിന്റെ വാല്യൂസ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ള പവർ ഈസ് ഈക്വൽ ടു 2π into nt 2π nt divided by 60. 2π nt divided by 60. ഇവിടെ നിന്ന് എന്ത് കിട്ടും? ടിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പവറിന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട് 300 കിലോവാട്ട്. കിലോവാട്ടിൽ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? വാട്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നിന്റെ വാല്യൂ 250 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ടിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് നോക്കാം ആൻസർ എത്ര വരുമെന്ന്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പവർ കാൽക്കുലേറ്റ് ചെയ്യുക. പവർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പവറിന്റെ യൂണിറ്റ് കിലോവാട്ട് ആയിരുന്നു, അതിനെ വാട്ട്സിലേക്ക് കൺവേർട്ട് ചെയ്തു. അതാണ് 300 into 10 power 3 watts. n 250 revolutions per minute. Torque tau is equal to 30 Newton per millimeter square. ഇനി നിങ്ങളൊരു കാര്യം ഓർത്തിരിക്കണം,
നമുക്ക് ആംഗിൾ ഓഫ് ട്വിസ്റ്റിന്റെ വാല്യൂ ഡിഗ്രിയിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യണം. റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പൈ ബൈ 180 റേഡിയൻസ്. നമ്മൾ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിഗ്രിയിലല്ല ചെയ്യുന്നത്, റേഡിയൻസിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഡിഗ്രിയിൽ തന്നിരിക്കുന്ന വാല്യൂവിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു പൈ ബൈ 180. ഇനി റേഡിയനിൽ തന്നിരിക്കുന്ന വാല്യൂവിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ 180 ഡിവൈഡഡ് ബൈ പൈ. ഇനി ലെങ്ത് 2 meters, അതിനെ ലേക്ക് കൺവേർട്ട് ചെയ്ത് 2000 millimeters. ഇനി സിയുടെ വാല്യൂ 10 power 5 Newton per millimeter square. പവറിന്റെ ഇക്വേഷൻ എഴുതി P is equal to 2 pi nt divided by 60. അത് പവറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ടോർക്കിന്റെ വാല്യൂ കിട്ടി 11,459.16 ന്യൂട്ടൺ മീറ്റേഴ്സ്. അതിനെ മില്ലിമീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇൻറ്റു 10 power 3. ഇനി ടോർക്കിന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, T is equal to pi by 16 into tau into d cube. ഇനി അതിനകത്തുനിന്ന് ഡിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു, 124.83 mm and it is almost equal to 125 mm. So solid shaftന്റെ ടോർക്കിന്റെ ഇക്വേഷൻ. ഇനി ക്വസ്റ്റ്യനകത്ത് സിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ആംഗിൾ ഓഫ് ട്വിസ്റ്റും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ ഓഫ് ട്വിസ്റ്റും മോഡുലസ് ഓഫ് ഷിയർ മോഡുലസും ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തും കൂടി അപ്ലൈ ചെയ്യാം. സോ നമുക്ക് വേറൊരു റിലേഷൻ കൂടെ അപ്ലൈ ചെയ്യാം. ദാറ്റ് വിൽ ബി T by J is equal to C theta divided by L. ബിക്കോസ് ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് സിയുടെ വാല്യൂവും തീറ്റയുടെ വാല്യൂവും എല്ലിന്റെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ J എന്താണ്? പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഫോർ എ സോളിഡ് ഷാഫ്റ്റ് എന്ന് വെച്ചാൽ J is equal to pi by 32 d power 4. സോ ടിയുടെ വാല്യൂ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു, താണ്ടെ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിയും തീറ്റയും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജെയുടെ വാല്യൂ പൈ ബൈ 32 d power 4, അതിൽ നിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? ഡിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സോ നമുക്ക് നോക്കാം എന്താ ആൻസർ കിട്ടുന്നതെന്ന്. സോ കേസ് 2 എന്ന് പറഞ്ഞാൽ T by J is equal to C theta by L. അപ്പോൾ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, തീറ്റയെ നമ്മൾ റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ലെങ്തിൻ്റെ വാല്യൂ മില്ലിമീറ്റേഴ്സിലേക്ക് എഴുതി. ഇനി ടോർക്കിന്റെ വാല്യൂ എഴുതി, പിന്നെ J വാല്യൂ എഴുതി പൈ ബൈ 32 d power 4. ഫ്രം ദാറ്റ് ഡയമീറ്ററിന്റെ വാല്യൂ എഴുതി, D is equal to 107.5 millimeters. ആൻഡ് നമുക്കപ്പോൾ ഡയമീറ്ററിന് രണ്ട് വാല്യൂസ് കിട്ടി, 107.5 millimeters-ഉം 125 millimeters-ഉം. അപ്പോൾ ഈ രണ്ട് കേസിലും ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് എക്സാമിന് എഴുതണം. നിങ്ങൾ ഏത് വാല്യൂ ആണ് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റിന് കൺസിഡർ ചെയ്യുന്നത്. ഫ്രം ദി എബവ് ടു കേസസ് suitable diameter of shaft is 125 millimeters. That is greater of the two values. അപ്പോൾ ഇവിടെ നമ്മൾ T by J is equal to C theta by L എന്നുള്ള എടുക്കാൻ കാര്യം, ക്വസ്റ്റ്യനകത്ത് സിയുടെ വാല്യൂ, തീറ്റയുടെ വാല്യൂ, എല്ലിന്റെ വാല്യൂ, ഈ മൂന്ന് വാല്യൂസും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മൂന്ന് വാല്യൂസും കൂടി കൺസിഡർ ചെയ്യുന്നത്. ആ വാല്യൂസ് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ആകെപ്പാടെ T is equal to pi by 16 tau d cube എന്നൊരു ഇക്വേഷൻ മാത്രമേ അപ്ലൈ ചെയ്യേണ്ട കാര്യം ഉണ്ടായുള്ളൂ. So moving on to next problem. A hollow shaft having an internal diameter 40% of its external dia transmit 562.5 kilowatt power at 100 rpm. Determine the external diameter of the shaft if shear stress is not to exceed 60 Newton per mm square and the twist in length of 2.5 meters should not exceed 1.3 degree. Assume maximum torque is 1.25 times mean torque and C is equal to 9 into 10 power 4 radians. So നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് determine the external diameter of shaft. So the external diameter of shaft എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? ഇതിനകത്ത്
ഹോളോ ഷാഫ്റ്റ് ആണ്. ഹോളോ ഷാഫ്റ്റ് ആയതുകൊണ്ടാണ് എക്സ്റ്റേണൽ ഡയമീറ്ററും ഇന്റേണൽ ഡയമീറ്ററും കൊടുത്തിരിക്കുന്നത്. സോ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് ഹോളോ ഷാഫ്റ്റ് ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? എക്സ്റ്റേണൽ ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഷിയർ സ്ട്രെസ്സിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 60 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ദ ട്വിസ്റ്റ് ഇൻ ലെങ്ത് 2.5 മീറ്റർ. അപ്പോൾ ലെങ്ത് കൊടുത്തിട്ടുണ്ട് 2.5 മീറ്റർ. ആംഗിൾ ഓഫ് ട്വിസ്റ്റ് കൊടുത്തിട്ടുണ്ട് 1.3 ഡിഗ്രി. മാക്സിമം ടോർക്ക് കൊടുത്തിട്ടുണ്ട് 1.25 ടൈംസ് മീൻ ടോർക്ക് എന്ന വാല്യൂ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനകത്ത് നമുക്ക് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? റേഷ്യോ കൊടുത്തിട്ടുണ്ട്. ഹോളോ ഷാഫ്റ്റ് ഹാവിങ് ആൻ ഇന്റേണൽ ഡയമീറ്റർ 40% ഓഫ് ഇറ്റ്സ് എക്സ്റ്റേണൽ ഡയമീറ്റർ. പവറിന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ റൊട്ടേഷൻസിന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? പവറിന്റെ ഇക്വേഷൻ ആകുന്ന പവറിന്റെ ഇക്വേഷൻ P is equal to 2 pi n into t divided by 60. അവിടെ നിന്ന് ടിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സോ നമുക്ക് നോക്കാം. d inner is equal to 0.4 times d outer. Power 562.5 kilowatt and is equal to 562.5 into 10 power 3 watts. N is equal to 100 rpm. Maximum shear stress 60 newton per millimeter square. Length 2.5 meter അതുകൊണ്ട് 2500 millimeters. Angle of twist 1.3 degrees. ആ ഡിഗ്രിയെ റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പൈ ബൈ 180. ഇനി നമ്മൾ എന്ത് ചെയ്തു? പവറിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. പവറിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മാക്സിമം ടോർക്ക് ഈസ് ഈക്വൽ ടു 1.25 ടൈംസ് മീൻ ടോർക്ക് and C is equal to 9 into 10 power 4 Newton per millimeter square. പവറിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് 2 pi nt divided by 60. അവിടെ നിന്ന് ടിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു 53714.8 ന്യൂട്ടൺ മീറ്റേഴ്സ്. സോ ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ടി മീൻ ആയിരിക്കും. ഇതിനെ മില്ലിമീറ്റേഴ്സിലേക്ക് കൂടി കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 10 പവർ 3. ഇനി മാക്സിമം ടോർക്ക് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 1.25 ടൈംസ് മീൻ ടോർക്ക്. ഈ കിട്ടിയിരിക്കുന്ന വാല്യൂവിനെ 1.25 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നുവെച്ചാൽ ക്വസ്റ്റ്യൻ അത് കൊടുത്തിട്ടുണ്ട്. അത് മാക്സിമം ടോർക്കും മിനിമം ടോർക്കും തമ്മിലുള്ള റിലേഷൻ. മാക്സിമം ടോർക്ക് ഈസ് 1.25 ടൈംസ് ദ മീൻ ടോർക്ക്. 1.25 ടൈംസ് മീൻ ടോർക്ക്. അപ്പോൾ മാക്സിമം ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്താൽ മതി? ടിയുടെ ഇക്വേഷൻ, മാക്സിമം ടോർക്കിന്റെ ഇക്വേഷൻ T is equal to pi by 16 tau d outer power 4 minus d inner power 4 divided by d outer. സോ നമുക്ക് d outer എന്ന വാല്യൂ അത് കണക്ക് തന്നെ കൊടുക്കുക. d innernകത്ത് d inner is equal to 0.4 ടൈംസ് d outer വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവിടെ നിന്ന് d outerന്റെ വാല്യൂ കിട്ടി 180 millimeters. d outer is equal to 180 millimeters. ഇനി നമുക്ക് ക്വസ്റ്റ്യനകത്ത് തീറ്റയുടെ വാല്യൂം എല്ലിന്റെ വാല്യൂം സിയുടെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു കേസ് 2 എന്ന് പറഞ്ഞ് ടി ബൈ ജെ ഇസ് ഈക്വൽ ടു സി തീറ്റ ബൈ എൽ. ഇതും കൂടി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ടി ബൈ ജെ ഇസ് ഈക്വൽ ടു സി തീറ്റ ബൈ എൽ. ഇതിനകത്ത് ടോർക്ക് ടിയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സിയും തീറ്റയും എല്ലും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ജെ എന്തായിരുന്നു? പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. Polar moment of inertia for a hollow shaft equation that J is equal to pi divided by 32 into d outer power 4 minus d inner power 4. d outer power 4 minus d inner power 4. ഇതിനകത്ത് എന്ത് ചെയ്യാം? pi by 32 into d outer power 4 minus d inner power 4 നമുക്ക് എങ്ങനെ എഴുതായിരുന്നു? 0.4 into d outer the whole raised to 4. So that will be equal to, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 0.09566 d outer power 4. ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. 0.09566 d outer power 4. അപ്പോൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
ടിയുടെ വാല്യൂം സിയുടെ വാല്യൂം തീറ്റയുടെ വാല്യൂം എല്ലിൻ്റെ വാല്യൂം നമുക്ക് നേരത്തെ അറിയാം. സോ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. T by J is equal to C into theta divided by L. അപ്പോൾ നമ്മൾ തീറ്റയുടെ വാല്യൂവിനെ റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്തു. തീറ്റ കൊടുത്തിരുന്നത് എത്രയായിരുന്നു? തീറ്റ ഇസ് ഈക്വൽ ടു 1.3 ഡിഗ്രീസ് ആയിരുന്നു. ഡിഗ്രി എന്തിലേക്ക് മാറ്റി? റേഡിയൻസിലേക്ക് മാറ്റി. റേഡിയൻസിലേക്ക് മാറ്റുക എന്ന് വെച്ചാൽ പൈ ബൈ 180. ആ പൈ ബൈ 180 ആക്കിയ ആൻസർ ആണ് ഈ കൊടുത്തിരിക്കുന്നത് 0.022269. അപ്പോൾ റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്തു. 2500 എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ഷാഫ്റ്റ് ആണ്. അവിടുന്ന് ഡി ഔട്ടർ പവർ 4 ഈസ് ഈക്വൽ ടു എന്ന് എഴുതി. അതിനകത്ത് ഡി ഔട്ടർ പവർ 4ൻ്റെ വാല്യൂ, ഡി ഔട്ടറിൻ്റെ വാല്യൂ 171.2 millimeters. 171.2 millimeters. സോ ഇതിനകത്ത് ഹയസ്റ്റ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ 171.2ഉം നേരത്തെ കിട്ടിയിരുന്ന വാല്യൂ നേരത്തെ കിട്ടിയ വാല്യൂ 180 mm ആണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഡയമീറ്ററിൻ്റെ വാല്യൂ എന്തായിരിക്കും? എക്സ്റ്റേണൽ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് ഈസ് ടേക്കൺ ആസ് 180 mm. ഈ വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് ഹയസ്റ്റ് വാല്യൂ ആണ് നമുക്ക് രണ്ട് മെത്തേഡിലും സോൾവ് ചെയ്ത് കിട്ടുന്ന ഹയസ്റ്റ് വാല്യൂ ആണ് ഡയമീറ്റർ ആയിട്ട് ചൂസ് ചെയ്യുന്നത്.